നമ്മളിനി നമ്മുടെ ദൈവമേ കൈതൊഴാം സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ആരാധനാലയങ്ങൾ പലപ്പോഴും ശില്പകലകളുടെ കേന്ദ്രങ്ങൾ കൂടിയായി മാറാറുണ്ടല്ലേ. തടിയിൽ തീർത്ത ശില്പങ്ങളാൽ ശ്രദ്ധേയമായ ഒരു ക്ഷേത്രമുണ്ട് പത്തനംതിട്ട ജില്ലയിൽ. ഇലന്തൂർ ഭഗവതിക്കുന്ന് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ പ്രധാന ആകർഷണം ഈ ശില്പങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്കും കാണാം ഇലന്തൂർ ഭഗവതിക്കുന്ന് ദേവീ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ. വാസ്തുവിദ്യയുടെയും ദാരുശില്പകലയുടെയും മനോഹാരിതയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പത്തനംതിട്ട ഇലന്തൂർ ഭഗവതിക്കുന്ന് ദേവീ ക്ഷേത്രം. തടിയിൽ തീർത്ത മനോഹരമായ ശില്പങ്ങളാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകത. ആഞ്ഞിലി, തേക്ക് എന്നീ തടികളിലാണ് ദാരുശില്പങ്ങൾ പൂർത്തിയാക്കിയത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എത്തിയ ശില്പികളാണ് നിർമ്മാണ കരവിരുതിനു പിന്നിൽ. 6 മാസം കൊണ്ടാണ് ശില്പങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. നമസ്കാര മണ്ഡപം മുതൽ അഗ്രമണ്ഡപത്തിലും ശ്രീകോവിലും വരെ തടിയിൽ തീർത്ത നിർമ്മാണ വൈദഗ്ധ്യം കാണാൻ സാധിക്കും. അർദ്ധനാരീശ്വരൻ, ശ്രീകൃഷ്ണൻ, ഗണപതി, മുരുകൻ തുടങ്ങി പുരാണ കഥാപാത്രങ്ങളെല്ലാം തടിയിൽ ജീവൻ തുടിക്കുന്ന രൂപങ്ങളായി ഇവിടെയുണ്ട്. അഗ്രമണ്ഡപത്തിലെ പത്മദളത്തിൽ കൊത്തിയെടുത്ത കാളീദേവിയുടെ രൂപം ശില്പകലാ വൈദഗ്ധ്യത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. ഭക്തിയും കലയും ഒത്തുചേരുന്ന ശില്പകലാ നിർമ്മാണങ്ങൾ ആരാധനാലയങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റുന്നുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഇലന്തൂർ ഭഗവതിക്കുന്ന് ദേവീ ക്ഷേത്രത്തിന്. ക്ഷേത്രത്തിന്റെ തനിമ ഒട്ടും ചോരാതെയാണ് ഓരോ ശില്പവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൊത്തുപണികളും ശില്പകലാരൂപങ്ങളുടെ നിർമ്മാണവും പൂർണ്ണമായതോടെ ദക്ഷിണ കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ ദാരുശില്പ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ ആരാധനാലയം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.